സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ഒക്കാബുലറി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഒക്കാബുലറി സെക്ഷനിൽ നിന്ന് ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെടുത്തിയ കൂടുതൽ കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിയേ, ചോദ്യം ഇതാണ്: ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ്. താഴെ തന്നിരിക്കുന്നതിൽ കോമ്പൗണ്ട് വേർഡ് ഏതാണ് എന്നാണ് ചോദ്യം. കോമ്പൗണ്ട് വേർഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 2025 ചോദിച്ച ചോദ്യമാണ്. നോക്കിയേ, വയർവിൻഡ് ഓപ്ഷനിലുണ്ട്, ബ്ലാക്ക് ബോർഡ് ഓപ്ഷനിലുണ്ട്, ഇനി ബ്ലാക്ക് സ്മിത്ത് ഓപ്ഷനിലുണ്ട്, അതുപോലെ ഓഫ് അല്ലെങ്കിൽ ആൾ ഓഫ് ദീസ് എന്ന ഓപ്ഷനിലുണ്ട്, എല്ലാം എന്ന ഓപ്ഷനിലും ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാ? ബ്ലാക്ക് ബോർഡാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ബ്ലാക്ക് ബോർഡ് ഉത്തരമായിട്ട് വരുന്നത്. എന്താ ബ്ലാക്ക് ബോർഡ് വരാനുള്ള കാരണം? എന്താണ് ഈ കോമ്പൗണ്ട് വേർഡ് എന്ന് ആദ്യം മനസ്സിലാക്കിയേ. കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ഈസ് നോൺ ആസ് എ കോമ്പൗണ്ട് വേർഡ് എന്ന്. രണ്ടോ അതിലധികമോ പൂർണ്ണ അർത്ഥമുള്ള വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരർത്ഥം ഉണ്ടാക്കുന്ന വാക്കുണ്ടാക്കിയാൽ അതിന് പറയുന്ന പേര് കോമ്പൗണ്ട് വേർഡ്. രണ്ടോ അതിലധികമോ പൂർണ്ണ അർത്ഥമുള്ള വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരർത്ഥം ഉണ്ടാക്കുന്ന വാക്കുണ്ടാക്കിയാൽ അത് കോമ്പൗണ്ട് വേർഡ് ഇല്ലേ. നോക്കിയേ, ബ്ലാക്ക് ഒരു വാക്ക്, ബോർഡ് മറ്റൊരു വാക്ക്, രണ്ടിനും പൂർണ്ണ അർത്ഥമില്ലേ, അതുകൊണ്ട് അത് കോമ്പൗണ്ട് വേർഡാണ്. വയർ നമുക്ക് അങ്ങനെ ഒരു വാക്കില്ല. വിൻഡ് ഉണ്ട്, പക്ഷേ ഒന്നിന് മീനിങ് ഇല്ല. ബ്ലാക്കിന് അർത്ഥമുണ്ട്. സ്മിത്ത് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് പേരുകളായിട്ടല്ലേ ഉപയോഗിക്കുള്ളൂ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നോണ്ട് ഉപയോഗിക്കില്ല. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. നോക്കിയേ, ഇനി കോമ്പൗണ്ട് വേർഡുകൾ എഴുതുന്ന രീതിക്കനുസരിച്ച് കോമ്പൗണ്ട് വേർഡിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. എത്രയായിട്ട് തിരിക്കാം? മൂന്നായിട്ട് തിരിക്കാം. ഒന്നാമത്തത് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്, രണ്ടാമത്തത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്, മൂന്നാമത്തത് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. പേരുകൾ എങ്ങനെയാ? കോമ്പൗണ്ട് വേർഡുകൾ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരു അർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയാൽ കോമ്പൗണ്ട് വേർഡ്. എഴുതുന്ന രീതിക്കനുസരിച്ച് അതിനെ മൂന്നായിട്ട് തിരിക്കാം. പരീക്ഷയിൽ ഒരു ചോദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു. താഴെ തന്നിരിക്കുന്ന 4 കോമ്പൗണ്ട് വേർഡാണ്. ഒരു ചോദ്യം ഇങ്ങനെ വരും, 4 കോമ്പൗണ്ട് വേർഡാണ്. ഇതിൽ ഏതാണ് ശരിയായ കോമ്പൗണ്ട് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കോമ്പൗണ്ട് വേർഡ് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന 4 കോമ്പൗണ്ട് വേർഡായിരുന്നു. പക്ഷേ അതിൽ എഴുതുന്ന രീതിക്കനുസരിച്ചാണ് തന്നിരുന്നത്. ഒരെണ്ണം മാത്രം തെറ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. സ്പെല്ലിങ്ങിലല്ല, അത് എഴുതുന്ന രീതിയിലായിരുന്നു. അതായിരുന്നു തെറ്റ്. അതാണ് നമ്മൾ കണ്ടത്. അങ്ങനെയും ചോദ്യങ്ങൾ വരും. അപ്പോൾ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കുകൾക്കിടയിൽ സ്പേസ് ഇട്ട് എഴുതി മൂന്നാമതൊരർത്ഥം തരുന്നു. വാക്കുകൾക്കിടയിൽ എന്തിട്ട് എഴുതുന്നു? സ്പേസ് ഇട്ട് എഴുതി മൂന്നാമതൊരർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയാൽ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്. ഇനി എന്താണ് ഈ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്? വാക്കുകൾ ചേർത്ത് എഴുതി മൂന്നാമതൊരു അർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയാൽ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. ഇനി എന്താണ് ഈ ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്? വാക്കുകൾക്കിടയിൽ ഹൈഫൺ ഇട്ട് എഴുതുന്നു. വാക്കുകൾക്കിടയിൽ ഹൈഫൺ ഇട്ട് എഴുതിയാൽ അത് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. ഇനി ഓപ്പൺ കോമ്പൗണ്ടിന് എക്സാമ്പിൾ പഠിച്ചേ. ഫുൾ മൂൺ കണ്ട, വാക്കുകൾക്കിടയിൽ സ്പേസ് കിടക്കുന്നുണ്ടാ. ഫുൾ ഒരു സ്പേസ് ഉണ്ട്, മൂൺ. ലിവിങ് റൂം, ഡൈനിങ് റൂം, ടീ കപ്പ്, ഐസ്ക്രീം, എല്ലാ വാക്കുകൾക്കിടയിലും സ്പേസ് ഉണ്ട്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് ഏതൊക്കെയാ? ഫുൾ മൂണ്, ലിവിങ് റൂം, ഡൈനിങ് റൂം, ടീ കപ്പ്, ഐസ്ക്രീം. ഇനി ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ ചേർത്ത് എഴുതി മൂന്നാമതൊരു അർത്ഥം തരുന്ന വാക്കുണ്ടാക്കുന്നു. എക്സാമ്പിൾ നോക്കിയേ: വിൻഡ് ഫോള്, ബേസ്ബോള്, ബർത്ത്ഡേ, ഫുട്ബോള്, ആഫ്റ്റർനൂൺ. കണ്ട, എല്ലാ വാക്കുകളും ചേർത്ത് എഴുതിയാണ് മൂന്നാമതൊരു അർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയത്. ഇനി ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ വാക്കുകൾക്കിടയിൽ ഹൈഫൺ ഇട്ട് എഴുതുന്നു. ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, ഇതെല്ലാം ഹൈഫൺ ഇട്ട് എഴുതുന്നത്. സെൽഫ് കൺസെപ്റ്റ്, ക്ലീൻ കട്ട്, സെൽഫ് സർവീസ്, അതേപോലെ സ്ട്രോങ് ആം, ഇതെല്ലാം ഹൈഫൺ. വാക്കുകൾക്കിടയിൽ ഹൈഫൺ കിടക്കുന്നുണ്ടോ? ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. ഇപ്പോൾ കോമ്പൗണ്ട് വേർഡുകൾ 3 തരം: ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്, ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. വാക്കുകൾ ചേർത്ത് എഴുതിയാൽ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. വാക്കുകൾക്കിടയിൽ സ്പേസ് വന്നാൽ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്. വാക്കുകൾക്കിടയിൽ ഹൈഫൺ വന്നാൽ ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കിയത് കോമ്പൗണ്ട് വേർഡിൽ വരുന്ന ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കോമ്പൗണ്ട് വേർഡുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ കോമ്പൗണ്ട് വേർഡുകളെ വിളിക്കാം, അതിന് ഓരോന്നിനും എക്സാമ്പിൾ ഏതാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു.